എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. ഇന്ന് നമ്മൾ ഫുൾ ഡേ ഓടാൻ പോവാണ്. സൊമാറ്റോ ഡെലിവറി സൈക്കിളിൽ, ഇലക്ട്രിക് സൈക്കിൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇലക്ട്രിക് സൈക്കിളിൽ ഫുൾ ഡേ ഓടി എത്ര രൂപ കിട്ടുക ഗൈസ്, ഒന്ന് പരിശ്രമിച്ച് നോക്കി നോക്കാം. ഇന്ന് ഇപ്പോൾ കാലത്ത് ഓടുന്നുണ്ട്, ഉച്ചയ്ക്കും അതുപോലെ തന്നെ രാത്രിയിലും നമ്മൾ സൊമാറ്റോ ഡെലിവറിക്ക് ഇറങ്ങാറുണ്ട്. ഫുൾ ഡേ നമ്മൾ നോർമലി ഇങ്ങനെ ഫുൾ ഡേ ഇറങ്ങാറില്ല. സോ എത്ര രൂപ കിട്ടുക എന്നുള്ളത് വീഡിയോയുടെ അവസാനം പറയാം. ഫുൾ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ കാലത്ത് 7 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാലത്തെ ഓട്ടം നമുക്ക് ഇനിയിപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ടൗണിലേക്ക് നീങ്ങണം, എന്നാലാണ് ഫസ്റ്റ് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. സോ ഇന്നത്തെ ആദ്യത്തെ ഓർഡറാണ് ഗൈസ്. വിഷ് മീ ലക്ക് ഗൈസ്. നമ്മുടെ ഫസ്റ്റത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സെൻറ്റ് ജോസഫ് മിഷൻ ക്വാർട്ടേഴ്സ് സ്കൂളെത്തിയപ്പോൾ ഓക്കെ ഓർഡർ ഇട്ടു. രാധാകൃഷ്ണയിലാട്ടാ. സ്വാഭാവികമായിട്ടും കാലത്ത് രാധാകൃഷ്ണന്ന് ഫുഡ് കഴിക്കാത്ത ആരുണ്ട് ഗൈസ്? കഴിഞ്ഞ വട്ടം കിട്ടിയ അതേ ഹോട്ടൽ തന്നെയാണ് കേട്ടോ രാധാകൃഷ്ണ. സോ അവിടെ പോയിട്ട് ഇതെടുക്കണം. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോവാട്ടോ, അല്ലെങ്കിൽ ഫുള്ള് പ്രശ്നമാവും. അല്ലെങ്കിൽ പിന്നെ അതിൽ കൂടെ വളഞ്ഞ് തിരിഞ്ഞ് വരേണ്ടി വരും കേട്ടോ. അപ്പുറത്തെ വഴി കൂടെ ഫുള്ള് വളഞ്ഞ് തിരിഞ്ഞ് വരേണ്ടി വരും. അതിനാണ് ഭേദം ഇതിൽ കൂടെ കട്ട് ചെയ്തിട്ട് പോണതാ. ഓക്കെ, ഇവിടെയാണ് കേട്ടോ ഇത് വരേണ്ടത്. നമ്മൾ കഴിഞ്ഞ വട്ടം എടുത്ത സ്ഥലത്ത് തന്നെയാണ്. സൈക്കിളോടെ വയ്ക്കാം ചേട്ടാ. 4103. ഓക്കെ, ഇനി എവിടെയാ ഓർഡർ കിട്ടി നോക്കട്ടെ കേട്ടോ. സ്ഥലം ഇവിടുന്ന് കുറേ ദൂരെയാണെങ്കിൽ പെടും. 4103. അതെ ഗൈസ്, ഓർഡർ കിട്ടിയിരിക്കുന്നത് കുറേ ദൂരെയാണ് കേട്ടോ. കുറേ ദൂരെ ഓർഡർ കിട്ടിയിരിക്കണത്. ഇത് കാലത്ത് ഈ ഒരു ഒറ്റ ഓർഡർ കൊണ്ട് നമ്മുടെ സമയം തീരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇവിടുന്ന് 8 കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ. 8 കിലോമീറ്റർ. പക്ഷെ എൻ്റെ ദൈവമേ, അതായത് കൊടുങ്ങല്ലൂർ ആ ഒരു റൂട്ടിൽ കൂടെയാണ് പോകേണ്ടത് കേട്ടോ. കൊടുങ്ങല്ലൂർ ആ വഴി തീരുമാനമായി. കാലത്ത് തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയത് അടുത്തെങ്ങാനും കിട്ടണേ, കുറേ ഓർഡറുകൾ കൊടുക്കാൻ പറ്റണേ എന്നുള്ളത് കേട്ടോ. അതെന്തായാലും തീരുമാനമായപ്പോൾ 8 കിലോമീറ്റർ. ഇവിടെ ബസ്സുകാർ കണ്ണും മൂക്കൂലാണ് ഓടിക്കാട്ടോ. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ട്രാഫിക് റൂളൊന്നും ഇല്ല കേട്ടോ. ഏത് വഴി കൂടെ വേണമെങ്കിലും ബസ്സും കാറും ബൈക്കും സൈക്കിളും വരാം. സോ കാലത്ത് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വലിയ ട്രാഫിക് റൂൾസ് പാലിക്കാതെ വരണേ. ഇതാണ് എലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ, കുറുക്കഞ്ചേരി. ഇവിടെയാണ് മറ്റേ ആ കുറുക്കഞ്ചേരി പൂയം കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നടക്കണ വഴി കേട്ടോ. ഇതേ കണിമംഗലം കൺസ്യൂമർ നീതി മെഡിക്കൽസ്. ഇവിടുന്ന് നേരെയാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് നേരെ ഇനി ഒരു 4.5 കിലോമീറ്റർ, 5 കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമുക്ക് കിലോമീറ്റർ പോകണതിൻ്റെ ഇല്ല. അതെ ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടു കേട്ടോ. കാരണം ചെറിയൊരു ഇറക്കാണ് വരണത്. നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഓർഡർ കഴിയുന്നതോടുകൂടി നേരെ വീട്ടിലേക്ക് പോകേണ്ടി വരും തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉച്ചകാലത്ത് അടുത്ത സെക്ഷനാണ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളതുകൊണ്ടാണ്. അടുത്ത സെക്ഷനെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളതുകൊണ്ട്. കാരണം ദൂരം പോകണോണ്ടല്ല കേട്ടോ. ദൂരം പോയിട്ട് തിരിച്ച് വരണമെങ്കിൽ ആ ഒരു ലൊക്കേഷനിലേക്ക്, ഒരു ഹൈ ഏരിയയിലേക്ക് ഉണ്ടല്ലോ, നമുക്ക് ഓർഡറുകൾ കൂടുതൽ, ഹോട്ടലുകൾ കൂടുതലുള്ള സ്ഥലത്തേക്ക് തിരിച്ചെത്താനാണ് കേട്ടോ പാട്. ആ ഒരു സമയമാണ് പ്രശ്നം വരുന്നത്. നമുക്ക് ഇത്ര 8 കിലോമീറ്റർ ആയാലും കുഴപ്പമൊന്നുമില്ല. കാലത്ത് സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ പോകണുള്ളൂ കേട്ടോ. സെൻറ്റ് പോൾസ് പബ്ലിക് സ്കൂൾ കുരിയച്ചിറ. കുരിയച്ചിറയുള്ളതാണല്ലോ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണല്ലോ. എന്തായാലും ഈ ഓർഡർ കൊടുക്കാം കേട്ടോ. ഇനി 4 കിലോമീറ്റർ ഉണ്ട് ഇനി. പക്ഷെ എൻ്റെ പിന്നെ ഞാനിത് പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല. അടിപൊളി വീട് കേട്ടോ, അടിപൊളി വീട്, നൈസ് മോനെ. ദൈവേ, പട്ടിയുണ്ടല്ലോ. സീൻ കെട്ടിയിട്ടുണ്ടാ ഗൈസ്? അവിടെ പട്ടിയുണ്ട് കേട്ടോ ഗൈസ്. കിടിലൻ വീട്. ഈശ്വരാ, കെട്ടിയിട്ടില്ല, പട്ടീനെ കെട്ടിയിട്ടില്ല കേട്ടാ. പട്ടീനെ കെട്ടിയിട്ടില്ല ചേട്ടാ. എൻ്റെ ദൈവമേ, പണി പാടോ? ഇല്ല, നമ്മളെക്കാട്ടും പേടിയാന്നുണ്ടോ പട്ടിക്ക്. ചേട്ടാ ലെഫ്റ്റ് അല്ല, ഓക്കെ താങ്ക്സ്.
താഴോട്ട് ഇറങ്ങിയാൽ മതി. ഓക്കെ, താങ്ക്സ്. എല്ലാവർക്കും സൈക്കിളില് ഡെലിവറി എന്ന് പറയുമ്പോൾ ഒരു കൗതുകാട്ടാ. ഇതാണ് എൻ്റെ ദൈവം, ഇവൻ ആള് സൈക്കിളിൽ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോഴേ ഒരിതാണ്. അവിടെയായിരുന്നു ലൊക്കേഷൻ, അപ്പുറത്താ കൊടുത്തിട്ടുണ്ടായിരുന്നേന്ന് തോന്നുന്നു അല്ലേ. ഞാൻ ആ വഴിയിലേക്ക് പോയേ. അപ്പം അതെ അല്ലേ. താങ്ക് യു. സമയം ഇപ്പോൾ 12 മണി കേട്ടോ. 12 മണി നമ്മളിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊരു ഓർഡർ കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ സെൻറ് തോമസ് കോളേജ് ഇല്ലേ, സെൻറ് തോമസ് കോളേജിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് ഉച്ചയ്ക്കൊക്കെ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. ഇത് ഗേറ്റ് നമ്പർ 3. ഉച്ചയ്ക്കൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഒരു ഓർഡറൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം കുറേ ആൾക്കാരുണ്ടാകുമ്പോഴേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു അവസരം ഉണ്ടാവാറില്ല കേട്ടോ. എനിക്കിപ്പോൾ ഓർമ്മ 24 hours നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാലത്ത് മുതൽ എത്ര മണി വരെ നമുക്ക് സൊമാറ്റോ ഡെലിവറി ചെയ്യാൻ പറ്റും എന്നൊരു ചലഞ്ച് പോലെ. എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് കേട്ടോ. ഇത് വൻ പണിയാണ്, അലഞ്ഞുകൊണ്ടിരിക്കാനുണ്ട്. കാരണം ഇത് കിട്ടാൻ ഭയങ്കര പാടാണ്. ഉച്ചയ്ക്കൊക്കെ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. കുറേ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടാവും. ചേട്ടാ ഓർഡർ വല്ലതും കിട്ടിയാ? വല്ലതും കിട്ടാ? ഏതാ അടിച്ചിട്ടുണ്ടല്ലേ? ഈ ഭാഗത്ത് തന്നെ കിട്ടിയ നോക്കിയോട്ടെ. കുറച്ച് നേരം അലഞ്ഞു തുടങ്ങിയിട്ട് ആൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം ഈ ഭാഗത്ത് നിന്ന് തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാം കേട്ടോ. ഇവിടെ കുറേ മന്തിക്കടകളുണ്ട്. മന്തിക്കടകൾ ഫുള്ള് നമുക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും കേട്ടോ. ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 കിലോമീറ്ററോളം. പിക്കപ്പ് 1/4 കിലോമീറ്റർ. അതുപോലെ തന്നെ ഡ്രോപ്പ് 3 കിലോമീറ്ററോളം കേട്ടോ. ഭാഗ്യം. അത് എന്താ കിട്ടാത്ത എന്നിങ്ങനെ വിഷമിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ. കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. കോർണിഷ അങ്ങനത്തെ പറഞ്ഞൊരു സാധനം. ഞാൻ അതുവരെ അങ്ങോട്ട് പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല കേട്ടോ. അത് ഇവിടെയാണ് കേട്ടോ കിട്ടിയിരിക്കണേ. സോ ഒരു കാര്യം ചെയ്യാം, ബൈക്ക് ഇവിടെ വയ്ക്കണ്ട, ഇവിടെ വെച്ചാൽ ശരിയാവില്ല. ഇവിടെ കയറ്റി വയ്ക്കാം കേട്ടോ. ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചിട്ട് സാധനം പിക്ക് ചെയ്യാൻ പോവാം കേട്ടോ. ഗൈസ്, ഞാൻ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ സ്വന്തം ജില്ലയിലാണ്, എന്നാലും ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. നിങ്ങളും അങ്ങനെ ഉണ്ടാവില്ലേ, ഇങ്ങനെ സ്വന്തം സ്ഥലത്തായാലും. ചേട്ടാ സ്വന്തം ടൗണിലായാലും വരാത്ത ചില റെസ്റ്റോറൻറ്റുകൾ, അങ്ങനത്തെ ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടത്. ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. കോർണിഷ് റെസ്റ്റോ. ഓർഡർ ചെയ്തിരിക്കുന്നത് ക്രീമി ചിക്കൻ പെനയാണ് കേട്ടോ. ചേട്ടാ ആരുമില്ലല്ലോ. ഇത് കൊള്ളാണ്ടാ, നല്ല റെസ്റ്റോറൻറ്റ്. ഗൈസ്, ഓർഡർ എന്താണെന്നറിയോ? ക്രീമി ചിക്കൻ പെനെ. ക്രീമി ചിക്കൻ പെന എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്തയാണ് ഉദ്ദേശിക്കണത്. എനിക്ക് മനസ്സിലായില്ല. പെനെ പാസ്ത ഞാൻ കേട്ടിട്ടുണ്ട്. ക്രീമി ചിക്കൻ പെനയെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ പാസ്ത ആയിരിക്കും. കുറേ ഫുഡുകൾ പരിചയപ്പെടാം കേട്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഹോട്ട് ആൻഡ് സൂർസ് ചിക്കൻ സൂപ്പ്. ഇത് രണ്ടാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത് കേട്ടോ. ഇത് മറ്റേ സാധനമല്ലേ, ഹുക്കല്ലേ? ഇത് ഹുക്ക. അതേട്ടാ. ഇത് ഒരു വട്ടം ട്രൈ ചെയ്യണം. ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഹുക്ക. ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഓർഡർ കയ്യിൽ കിട്ടി. 2 ഐറ്റംസ് ആയിരുന്നു. ഒരെണ്ണം സൂപ്പ് നേരത്തെ പറഞ്ഞില്ലേ, ഒരു പെനെ ചിക്കൻ ക്രീമി പെന എന്ന് പറഞ്ഞതാണ്. കുറുക്കഞ്ചേരി ആ സൈഡിലേക്കാണ് പോകേണ്ടത് കേട്ടോ. കുറുക്കഞ്ചേരി സൈഡിൽ നമ്മളിപ്പോൾ അരിയങ്ങാടി ആ ഭാഗത്തൂടെ കട്ട് ചെയ്തിട്ട് പോകാനാണ് പ്ലാൻ ചെയ്യണത്. അരിയങ്ങാടി തൃശ്ശൂർ. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വഴിയുണ്ട് കേട്ടോ. ഇത് അരിയങ്ങാടി എന്ന് പറയും. ഇത് വെള്ളയപ്പങ്ങാടി. ഇവിടെ ഫുള്ള് വെള്ളയപ്പവും കണ്ട. ഈ വഴിയിൽ ഫുള്ള് വെള്ളയപ്പാണ് കേട്ടോ. പിന്നെ ഇവിടെ അരിക്കച്ചവടം കൂടുതലുണ്ട്.
അതുകൊണ്ടായിരിക്കണം ഇവിടെ അരിയങ്ങാടി എന്ന് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാട്ടോ. ഇവിടുന്ന് നേരെ പോയിട്ട് 2.5 കിലോമീറ്റർ ഉള്ളൂ. ചെറിയൊരു ഓർഡറാണ്. അങ്ങനെ ആ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നമ്മൾ സക്സസ്ഫുള്ളി സാധനം കംപ്ലീറ്റ് ചെയ്തു. സാധനം കൊടുത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഈ ഒരു കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരം ചെയ്യണോടുകൂടി നമ്മുടെ ഏകദേശം പരിപ്പിളകും. ഏകദേശം ഒരു 100 കിലോമീറ്ററൊക്കെ സൈക്കിൾ ചവിട്ടിയിട്ടുള്ളൊരു ഇതായിരിക്കും, ഇവിടെ ക്ഷീണമായിരിക്കും നമുക്ക് വരാൻ പോണത്. അത് നിങ്ങൾ വീഡിയോയുടെ അവസാനമായപ്പോൾ കാണും. അടുത്ത ഡെലിവറി നമ്മൾ നെഹദി കുഴിമന്തിയിലാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അവിടെ പുറത്തിരിക്കുന്നുണ്ടായിരുന്ന ലൈം ടീ എന്തെന്ന് പറയാമെന്ന് എനിക്കറിയില്ല, അതിരുന്ന് കുടിച്ചു. പെട്ടെന്ന് തന്നെ സൊമാറ്റോന്ന് വൈബ്രേറ്റ് ചെയ്തു ഫോൺ. സെൽഫി ഇപ്പം തന്നെ നിങ്ങളുടെ അയക്കണം മുഖം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ സെൽഫി അയച്ചു കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സ്വിഗ്ഗി സൊമാറ്റോ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവരുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചു, ആ ചായയും കുടിച്ചിട്ട്. ഇലക്ട്രിക് സൈക്കിൾ തന്നെ വിഷയം, എല്ലാവർക്കും ഒരു കൗതുകമാണ് ഇലക്ട്രിക് സൈക്കിൾ ചെയ്യണത്. അവിടെ നിന്ന് നേരെ ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. ഇതും ഒരു 10-20 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഈ ഡെലിവറി കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫ്ലാറ്റിലാണ് ഇത് കൊണ്ടു കൊടുക്കേണ്ടത്. എന്തായാലും ഈ വീഡിയോയുടെ ആ തീരുമാനം ഒരു 100 കിലോമീറ്ററിൽ ഞാൻ ചവിട്ടും. കുറേ കഴുത രാമന്മാര് കുഴിയിൽ മണ്ണ് കൊണ്ടിട്ടിരിക്കുക, മര്യാദയ്ക്ക് ടാറിയാണ്ട് മണ്ണ് കൊണ്ടിരിക്കുക, മണ്ണും ചെളിയും. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ ഫുള്ള് ചിരല, ആ കുഴിയിൽ നിന്നുള്ള ചിരൽ, ആ മണ്ണ് കൊണ്ടിട്ടേല് ചിരൽ മാത്രം പുറത്ത് നിറച്ച് പൊടിയും. ഇങ്ങനെ ഓരോ കഴുതകളുണ്ടല്ലോ എൻ്റെ പൊന്നേ. ശരിക്കും ഫ്രസ്ട്രേഷൻ ആവട്ടെ നമ്മൾ. ഇതിൻ്റെ ഇടയിൽ കൂടെ മണ്ണും പൊടിയും. ഇനിയിപ്പോൾ രാത്രി കണ്ടത് ഇവിടെയൊക്കെ ഫുള്ള് ചിരലാണ്. മര്യാദയ്ക്ക് ടാർ ചെയ്താൽ മതി ഉമ്മാർക്ക്. എന്തായാലും അപ്പുറത്ത് നിൽക്കട്ടെ. എന്തായാലും ആ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ഇനിയിപ്പോൾ രാത്രി ദൂരത്തേക്കൊന്നും കിട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു കേട്ടോ. അറിയില്ല, നമ്മൾ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓർഡർ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പണി ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. അടപ്പ് തെറിക്കാറായിട്ടുണ്ട്. എന്തായാലും പോയോണ്ടിരിക്കുന്നുണ്ട്. നോക്കിയാവട്ടെ, അടുത്തെങ്ങാനും കിട്ടിയാൽ മതിയായിരുന്നു. യെസ് ഗൈസ്, അങ്ങനെ ഫസ്റ്റത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയൊരു ഓർഡറാണ്, കാരണം എമൗണ്ടും ചെറുതാണ് കേട്ടോ. ലൈക്ക് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വലിയ ഓർഡറാണോ ചെറിയ ഓർഡറാണോ. ഇത് മാക്സിമം ഒരു 5 കിലോമീറ്റർ താഴേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. 5 കിലോമീറ്റർ ഒന്നും ഉണ്ടാവില്ല, വളരെ ചെറുതാണ്. നമ്മൾക്ക് ഉച്ചയ്ക്ക് രാത്രിയിൽ ഫുഡ് ഭയങ്കര ഹെവി ഫുഡല്ല നമ്മൾ കഴിക്കുക, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. മുന്നത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മിങ് പാലസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്. ചൈനീസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടേക്കാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പത്തൻസിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവിടേക്കാണ് ആദ്യത്തെ ഓർഡർ കിട്ടിയിരിക്കണത്. അപ്പോൾ അവിടേക്ക് പോയിട്ട് കളക്ട് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഗൈസ്. നമ്മൾ ഓർഡർ എടുത്തു. അവിടെ പോയിട്ട് അമേരിക്കൻ ചോപ്സി ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അമേരിക്കൻ ചോപ്സി കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ഞാൻ പറഞ്ഞില്ലേ കൃത്യം എൻ്റെ മോനെ കൃത്യം 5 കിലോമീറ്ററിന് താഴെ കേട്ടോ. കൃത്യം 5 കിലോമീറ്ററിന് താഴെ ഉള്ളൂ. സോ നമുക്ക് ഇവിടെ നിന്ന് പോവാം. രാത്രി ലൈറ്റ് ഇട്ടിട്ട് പോവാം കേട്ടോ. ലൈറ്റ് ഇട്ടിട്ട് പോയില്ലെങ്കിൽ പണിയാണ്. ഫ്രണ്ടിലൊരു ഹെഡ് ലൈറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞൊരു പകുതി സമാധാനമായി. ഇവിടെ നിന്ന് കറങ്ങിത്തിരിഞ്ഞ് വേണം പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും 5 കിലോമീറ്റർ ഇങ്ങോട്ട് റോങ് വേ എടുത്ത് കട്ട് ചെയ്ത് പോണോ? രാത്രി അല്ലേ, നമുക്ക് ഈ വഴി അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എല്ലാം സെയിമാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം സെയിമാ, വെറുതെ ഇതെടുക്കണ്ട. എല്ലാം സെയിമാ. ഞാൻ നോക്കുമ്പോൾ എല്ലാം സെയിം. അല്ലെങ്കിൽ നമുക്ക് കറങ്ങിയിട്ട് ഷോർട്ട് കട്ട് എടുത്ത് വരായിരുന്നു കേട്ടോ. അത് കുറച്ചുകൂടി എളുപ്പമാണ്. കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിന് ബാറ്ററി ഉണ്ട്, അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട. നമുക്ക് നേർവഴി തന്നെ പോവാം. ഓരോ വട്ടവും ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രേക്ക് കുറഞ്ഞു വരണം കേട്ടോ. കണ്ടോ, ബ്രേക്ക് ഭയങ്കര കുറവ് പോലെ ഓരോ വട്ടം ഓടിക്കുമ്പോഴേ. എന്തായാലും തിരക്കൊന്നുമില്ല കേട്ടോ റോട്ടിൽ, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. നമുക്ക് സുഖമായിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാം ഗൈസ്. കാലത്തും രാത്രിയും സൊമാറ്റോ ഫുഡ് ഡെലിവറി മുത്താണ് കേട്ടോ. എൻ്റെ മോനെ എന്താ സുഖം എന്നറിയോ. അതും ഇലക്ട്രിക് സൈക്കിളിൽ കാറ്റും കൊണ്ട് സുഖമായിട്ട് പോവാട്ടോ. പോയി സെറ്റ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ തൃശ്ശൂർ റൗണ്ടൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുക്കണം. റൈറ്റ് എടുത്തിട്ട് വേണം തിരിയാൻ.
ഓ കുഴി. കൂരിയിട്ട് ചേടാ ഇവിടെ ഒന്നും മനുഷ്യന്മാരില്ലേ? എൻ്റെ പൊന്നെ, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓരോ സ്ട്രീറ്റ് ലൈറ്റും വെളിച്ചമായിട്ട് ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലതൊക്കെ പേടിയാവും കേട്ടോ, ചില ഭാഗങ്ങളിലെത്തുമ്പോൾ ശരിക്കും പേടിയാവും. പട്ടിയുടെ കുരവനുണ്ടെങ്കിൽ തീരുമാനമായി. എൻ്റെ പൊന്നെ, ഇവിടെ നിന്നൊരു മനുഷ്യനില്ല കേട്ടോ. എഡ്വേർഡ് നമ്മുടെ ആ ഒരു ഓർഡറും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഓർഡർ കഴിഞ്ഞു. 4.5 കിലോമീറ്ററാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ, ഉള്ളിൽ നിന്ന് വന്നത്. ഇനി തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഓർഡർ കിട്ടണം, അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് കേട്ടോ. കുറേ സമയം പോവും. അങ്ങനെ സൈക്കിൾ കൂടി ആയതുകൊണ്ടേ അടുപ്പിച്ച് കിട്ടുകയാണെങ്കിൽ നേരത്തെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ, അതേ സംഭവം പണിയാണ്. അങ്ങനെ ആ ഡെലിവറി കഴിഞ്ഞു. അടുത്ത ഡെലിവറിക്ക് വേണ്ടി, അടുത്ത ഡെലിവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഡെലിവറി കേട്ടാ. അപ്പോൾ അടുത്ത ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിയായിട്ട് നിൽക്കുകയാണ്. ഇതാണ് ഏറ്റവും എനിക്കിഷ്ടമുള്ള മൂമെൻ്റ് കേട്ടോ. ഇങ്ങനെ രാത്രി ഇലക്ട്രിക് സൈക്കിളിൽ ലൈക്ക് മോട്ടറൊക്കെ ഏറ്റവും കുറവിലിടാം, എന്നിട്ട് ചുമ്മാ ഇങ്ങനെ ക്രൂയിസ് ചെയ്ത് ഒരു ഇളം കാറ്റ് മേത്തിക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. ലൈക്ക് അങ്ങനെ ക്രൂയിസ് ചെയ്ത് പോകാൻ വേറെ വൈബാണ് കേട്ടോ. നല്ല രസമാണ്. ഇവിടെയൊക്കെ അടച്ചു തുടങ്ങിയിട്ട്. ഇത് സെലക്സ് മാളാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടേക്കാണ് കേട്ടോ. ഏതാ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ് തോമസ് റോഡിലാണിത്. ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ PJ ഫ്രൂട്ട്സ് ബഡ്ജറ്റായിട്ട് കുറേ ഫ്രൂട്ട്സ് ജ്യൂസൊക്കെ കിട്ടുന്ന കട. സോ ചുമ്മാ ഇവിടെ ഈ ഡ്രസ്സിൻ്റെ ഇത് കണ്ട, അവിടെ മുന്നിൽ സൈക്കിൾ കടയായിരുന്നു കേട്ടോ, അത് പൂട്ടിപ്പോയി. ഇപ്പോൾ അവിടെ ഒരു ഡ്രസ്സിൻ്റെ കടയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇനിയിപ്പോൾ അടുത്ത ഇത് കിട്ടണ വരെ നമ്മളിങ്ങനെ വൈബിങ് നൈസാണ്, അടിപൊളിയാണ്. ഞാൻ ഓൾ കേരള ട്രിപ്പ് പോയ സമയത്ത് രാത്രി ആലപ്പുഴയിലും അതുപോലെ തന്നെ അങ്ങനെ വർക്കലയിലൊക്കെ ഇതുപോലെ രാത്രി വൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു 9 മണി 10 മണിക്ക് ശേഷം ഇങ്ങനെ സൈക്കിളും ചവിട്ടി ഇങ്ങനെ വെച്ച് വൈബ് നടക്കും. വേറെ മൂടെ ഗൈസ്, അടിപൊളിയാണ് കേട്ടോ. എന്താ ഗൈസ്, ഞാനിതിൽ കാട്ടിത്തരാം കേട്ടോ. ഇവിടെ നിങ്ങൾ കണ്ട, മാപ്പിൽ കണ്ട ഈ ഒരു സ്ക്വയർ, ചെറിയൊരു സ്ക്വയർ, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു ഏരിയ ആണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടാൻ ചാൻസ് കൂടുതലുള്ള ഏരിയ. കാരണം ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുകൾ ഓർഡർ ചെയ്യുന്ന ഹോട്ടലുകൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് യു ആർ ഇൻ ഹൈ ഓർഡർ ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ ഓൺലൈൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ മന്തികളും ഹോട്ട് ആൻഡ് ഗ്രില്ലും ഒക്കെയുള്ള ഓരോ റെസ്റ്റോറൻറ്റിലും കാര്യങ്ങളൊക്കെ കാത്തു കെട്ടി നിൽക്കാൻ കേട്ടോ. എൻ്റെ ബാക്കിൽ ഫ്രണ്ടിൽ ഒരാളുണ്ട്, ബാക്കിൽ 2 പേരുണ്ട് കേട്ടോ. ഇവിടെ വെസ്റ്റ് സൈഡിൻ്റെ ഒരു ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ അടയ്ക്കാറായിട്ട്, എല്ലാം അടയ്ക്കാറായി. ഇനി ലൈക്ക് ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ, രാത്രി ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും മാക്സിമം ഓടാൻ പറ്റുന്നിടത്തോളം ഓടണം, നോക്കി ഓട്ടെ. ഞങ്ങൾ കൊളീഗ്സ് തമ്മിൽ സംസാരിച്ചപ്പോൾ ആള് S1 പ്രോയിലാണ് കേട്ടോ ആള് പോയിക്കൊണ്ടിരിക്കണത്. ആമ്പല്ലൂരുകാരനാണ്. എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടും? വീഡിയോയിൽ വരുന്നോണ്ട് കുഴപ്പമുണ്ടോ? ചിലവർക്ക് മടി ഉണ്ടാവേ. എത്ര കിലോമീറ്റർ കിട്ടും? 135 കിട്ടില്ലേ? അപ്പോൾ കുഴപ്പമില്ല. ഇലക്ട്രിക് ഏറ്റവും കൂടുതൽ ലാഭം തോന്നുന്നു അല്ലേ സൊമാറ്റോടാൻ? എന്താ അഭിപ്രായം? ഇലക്ട്രിക് ആട്ടോ ഏറ്റവും കൂടുതൽ ലാഭം തോന്നുന്നു. ലൈക്ക് ഇലക്ട്രിക് സൈക്കിളൊക്കെ ആണെങ്കിൽ പാർട്ട് ടൈമായിട്ട് സിമ്പിളായിട്ട് ഓടാം. ഇതൊരു 50 കിലോമീറ്റർ കിട്ടും. 50 കിലോമീറ്റർ പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ലൈക്ക് പോക്കറ്റ് മണിക്കൊക്കെ വേണമെങ്കിൽ നോക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു ഇലക്ട്രിക് സൈക്കിളൊക്കെ ആണെങ്കിൽ പരിപാടി നടക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കൊളീഗ്സ് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ കിട്ടിയല്ലോ, ഓർഡർ കിട്ടിയോ അവിടെ? 7 കിട്ടിയ? അപ്പോൾ എപ്പോഴും തുടങ്ങി? 6 മണിക്ക് തുടങ്ങിയല്ലേ? ഓ, 7 എനിക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. മാക്സിമം ഒരു 3 എൻ്റെ 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ ചെയ്യാം കേട്ടോ. ഇലക്ട്രിക് ആയതുകൊണ്ട് കുഴപ്പമില്ല, സ്കൂട്ടറിന് സുഖമായിട്ട് പോവാം അവിടെ. ഓ, 7 കിട്ടിയിട്ടുണ്ടല്ലേ? 7 കിട്ടി എത്ര രൂപ കിട്ടും? 255 രൂപ. റെയിൻ ബോണസ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. റെയിൻ ബോണസ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. നല്ല രീതിയിൽ 40 രൂപ കൂടുതൽ കിട്ടും. ചില റൈഡിനൊക്കെ 40 രൂപയ്ക്ക് കൂടുതൽ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ 7 ഇത് പോയി 200 ഇതല്ലേ സെറ്റ്. ഞാൻ എൻ്റെ ആയിട്ടില്ല.
എൻ്റെ കുറവട്ടെ, ഞാനത് വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരാം. ഗൈസ്, അടുത്ത ഓർഡർ കിട്ടിയിട്ടുണ്ട്. അടുത്ത ഓർഡർ അറേബ്യൻ ഗ്രില്ലിലാണ് അടുത്ത ഓർഡർ കിട്ടിയിരിക്കുന്നത്. നമുക്ക് പോകേണ്ടത് ഏകദേശം 10 കിലോമീറ്റർ അടുപ്പിച്ച് പോകണം കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം എവിടെയാണെന്നറിയോ, കൊളക്കൽ കഴിഞ്ഞ് പോകണം കേട്ടോ. നമ്മുടെ ശോഭ സിറ്റി കഴിഞ്ഞിട്ട് പോകണം, MG റോഡ് വഴി കട്ട് ചെയ്തിട്ട് കേട്ടോ. എന്തായാലും അതൊരു വലിയൊരു റൈഡായിരിക്കും. ചാർജ് ഉണ്ട് എന്തായാലും ഭാഗ്യത്തിന്. സോ വെയിറ്റിംഗ് ഫോർ ദ അടുത്ത ഓർഡർ ഗൈസ്. വല്ലാത്ത ചതിയായി പോയിട്ട് രാത്രി 11 മണി, ഞാൻ 11 മണി വരെ ഓടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സൊമാറ്റോനെ ചതിച്ച് ഗൈസ്. രാത്രി ഞാൻ പെട്ടെന്ന് 10:30 വരെ ഓടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 10:30 കഴിഞ്ഞു കേട്ടോ. 10:30 കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർഡർ കിട്ടിയത്. അതും 10 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. എൻ്റെ പൊല്ലേ, ഇത് വൻ പണിയായിട്ടാ. ഞാനിപ്പോൾ കുണ്ടി വേനെടുത്തിട്ട്, ഞാനാണെങ്കിൽ പാഡ് ഇട്ടിട്ടില്ല കേട്ടോ. കുണ്ടി വേനെടുത്തിട്ട് ഞാൻ എണീറ്റ് ചവിട്ടിക്കൊണ്ടിരിക്കുക. എൻ്റെ ദൈവമേ, ഞാനിപ്പോൾ കുറേ നേരം എണീറ്റ് ചവിട്ടി. നിങ്ങൾക്ക് സൊമാറ്റോ അല്ല, നമ്മൾ MG റോഡ് വഴിയാണ് കേട്ടോ നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നത്. MG റോഡിൽ കൂടെ പോയിട്ട് വേണം നമുക്ക് ഈ സാധനം ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇതിൻ്റെ ഇവിടേക്കാണ്, ഇവിടെ നമ്മുടെ ശോഭ സിറ്റിയൊക്കെ കഴിഞ്ഞ് പോകണം കേട്ടോ. പണിയാന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ദൈവമേ, രാത്രി 11 മണിക്ക് ഒരു മനുഷ്യനും ഉണ്ടാവില്ല. വല്ല ഗുദാമിലേക്കാണെങ്കിൽ തീർന്ന്. ഇതൊക്കെയാണ് പണി വരുന്നത് കേട്ടോ. ബൈക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് ഈ ഇലക്ട്രിക് സൈക്കിൾ ആയതുകൊണ്ട് കുറച്ചധികം പണിയാണ്. ചാർജ് ഉണ്ട് ഭാഗ്യത്തിന്, അത് കുഴപ്പമില്ല. പക്ഷേ ഇത്ര ദൂരം പോകണ്ട, 10 കിലോമീറ്റർ പോകണ്ട. 10-20 കിലോമീറ്റർ. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 10-30 കിലോമീറ്റർ ആവും കേട്ടോ. എന്തായാലും നോക്കി നോക്കാം, പണിയായി എന്തായാലും. നമ്മൾ ഓർഡർ ഡെലിവറി ചെയ്യേണ്ട ഡെസ്റ്റിനേഷനിൽ എത്താറായിട്ടാ. എൻ്റെ ദൈവമേ, ഒരു കാട്ടിലേക്കാണ് കേട്ടോ ഓർഡർ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ വിലങ്ങുന്ന് ആ സൈഡിലൊരു ഫോറസ്റ്റ് ഏരിയയില്ലേ, എൻ്റെ പൊന്നെ, ആ വരണ വഴി ഫുൾ എൻ്റെ ബോധം പോയിട്ടാ ഡെലിവറി ചെയ്യാൻ വന്നിട്ട്. അതാണെങ്കിൽ 3 ക്ലൈംബ് ഉണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ ഒരു 1/2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു വലിയ ക്ലൈംബും അതുപോലെ തന്നെ 2 ഇറക്കവും ഒരു ചെറിയ ക്ലൈംബും ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, ക്ലൈംബിൽ ബാറ്ററി ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചാർജും പോവും, വീടെത്തില്ല. എൻ്റെ പൊന്നെ, വൻ പണിയായിട്ടാ. നോക്കി, ലിറ്ററലി ഒരു കാട് പ്രദേശമാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഇവിടെയൊക്കെ വീടുണ്ട്. നല്ല മുട്ടൻ പണിയാണ് കിട്ടിയ ഗൈസ്. ലാസ്റ്റത്തെ ഓർഡർ ഇന്നത്തെ. പക്ഷേ അതാണെങ്കിൽ ഒരു സുഹൃത്ത് വന്നിട്ട് എന്നോടൊരു ഡൗട്ട് ചോദിച്ചു. അതാണെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് ആളുടെ ഡെലിവറി കേട്ടോ. അതങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു. ഇത് നേരെ എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡെലിവറി കിട്ടിയേക്കണത്. ഓ, പണിയായി ഗൈസ്, വൻ പണിയായി. ദൈവമേ, വേറെ പണിയൊന്നും വരുത്തല്ലേ. എന്തെങ്കിലും പട്ടിയോ വല്ലതൊക്കെ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിറ്ററലി 11 മണി കഴിഞ്ഞു കേട്ടോ രാത്രി. ദൈവമേ, വീണ്ടും നേരെയാ. ഈശ്വരാ. പിന്നെ വീടുകൾ കാണാനുണ്ട്, അതുകൊണ്ടൊരു ധൈര്യമുണ്ട്. പെട്ടു. എൻ്റെ പൊന്നെ, പുറമൊക്കെ വേനെടുത്തിട്ട് പുറം എപ്പോൾ തുടങ്ങിയതാണെന്നറിയോ? 9 മണിക്ക് തുടങ്ങിയതാട്ടെ. 8:30 ആയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. 8:30 ഇറങ്ങിയിട്ട് ഇപ്പോൾ എത്ര മണി സമയമായിന്നറിയോ? ഞാൻ ഇപ്പോൾ കാട്ടിത്തരണ്ട. ഓ, കുണ്ടിയൊക്കെ എന്തൊരു സുഖം അറിയൂ. എണീറ്റ് കഴിഞ്ഞപ്പോഴേ മൂടിൻ്റെ ആ ടെയിൽ ബോണല്ലോ, ടെയിൽ ബോൺ തന്നെയാണെന്ന് പറയാൻ തോന്നുന്നു. ആ ബോണൊക്കെ ഭയങ്കര സമാധാനമുണ്ട്. ഇപ്പോൾ ഇതേ 11:30 സമയം കഴിഞ്ഞു കേട്ടോ. 11:30 സമയം കഴിഞ്ഞു. എൻ്റെ പൊന്നെ, ഹെവി സാധനമായിരുന്നു കേട്ടോ. ലാസ്റ്റത്തെ 8-10 കിലോമീറ്റർ. രണ്ട് പോപ്പപ്പ് ബാക്കിൽ പോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനം ആയാനേട്ടാ. എന്തായാലും പോപ്പ് ആവണില്ല. എന്തായാലും സ്ട്രെച്ച് ചെയ്യണമെന്ന് ഇരുന്നിട്ട്. ഞാൻ ഇലക്ട്രിക് ആയതുകൊണ്ട് സീറ്റ് ഭയങ്കരമായിട്ട് താത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചവിട്ടുമ്പോൾ ഇലക്ട്രിക് ആയതുകൊണ്ട് ഞാൻ താത്തി വെച്ചതാണ് സീറ്റ് നല്ലോണം.
അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ ഇനി നിങ്ങൾക്ക് ഏകദേശം ഇന്നത്തെ ദിവസം എത്ര ഓർഡർ കിട്ടുമെന്ന് അറിയണ്ടേ. ഏകദേശം നമ്മൾ ഫുൾ ഡേ എന്ന് പറയുന്നത് നമ്മൾ കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ഉച്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെ 3 എണ്ണമായിട്ടാണ് നമ്മൾ എടുത്തത്. എനിക്കിപ്പോൾ എന്താ ഓർമ്മ വരെയെന്ന് അറിയാം, നമ്മൾ വയനാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ആക്ച്വലി ഉച്ച തിരിഞ്ഞ് രാത്രി ഈവനിങ് ഒരു 4 മണിക്കാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. പുലർച്ചെ 2 മണിക്കാണ് കേട്ടോ കോഴിക്കോട് നമ്മളെത്തിയത്. വയനാട് ട്രിപ്പ് നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം, എനിക്ക് ഈ 11:30 ഈ ഉറക്കം വരുമ്പോഴും ഈ ഒരു തണുത്ത കാറ്റൊക്കെ അടിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ആവണത് കേട്ടോ. ആ ഒരു ഓർമ്മകൾ വരാം ഈ റൈഡ് പോയതിൻ്റെയൊക്കെ. സോ നമ്മുടെ ട്രിപ്പ് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞോ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെ എടുത്തത്. കാലത്ത് 2 മണിക്കൂർ, ഉച്ചയ്ക്ക് 2 മണിക്കൂർ, രാത്രി 2.5-3 മണിക്കൂർ അങ്ങനെ ആയിട്ടാണ് എടുത്തത് കേട്ടോ. ടോട്ടൽ ഞാൻ എടുത്തത് 6 ട്രിപ്പാണ്. മൊത്തം 6 എണ്ണം നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇന്നത്തെ ദിവസം 6 ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. 307 രൂപ കേട്ടോ. 307 രൂപയാണ് നമുക്ക് 2 days ഏണിങ്സ് കിട്ടുന്നത്. 6 ട്രിപ്പ് ചെയ്യാൻ നമുക്ക് ആകെ കൂടി 3 മണിക്കൂറാണ് സമയം വേണ്ടി വന്നത്. 3 മണിക്കൂറിന് താഴെയാണ് സമയം വേണ്ടി വന്നത് 6 ട്രിപ്പ് ചെയ്യാൻ വേണ്ടി. അതിൽ 2-3 എണ്ണം വലുതായിരുന്നു കേട്ടോ. എന്തായാലും വേറെ ദീർഘിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഗൈസ്. കിടിലൻ വ്ളോഗുകളായിട്ട് വരാം കേട്ടോ. പോയി കിടന്നുറങ്ങട്ടെ. ബൈ.